ഹായ്, അബീസ് ബസിൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാവരോടും ഞാൻ താങ്ക്സ്ഫുള്ളാണ്, നന്ദിയുണ്ട്. അപ്പോൾ എനിക്കിതൊരു നാൽപ്പാമരാതി സോപ്പ് രാത്രി ഒരു 8-9 മണിയാകുമ്പോഴാണ് നമുക്ക് കോൾ വരുന്നത്. ഒരു 25 നാൽപ്പാമരാതി സോപ്പ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ടൗണിലൊക്കെ പോയി ഞാനെല്ലാം മെറ്റീരിയൽ വാങ്ങിക്കൊണ്ട് വന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി. കാരണം അവർ വിദേശത്തേക്ക് പോവുകയാണ്. ഇന്നാണ് അവരുടെ ഫ്ലൈറ്റ്. അപ്പോൾ അവർ ഇന്നലെ രാത്രിയാണ് എന്നെ കോൾ ചെയ്യണത്. സ്റ്റിക്കർ ഉണ്ടായിരുന്നില്ലെങ്കിലും സോപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു. കാരണം സ്റ്റിക്കറൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നാൽപ്പാമരാതി ഓയിൽ വെച്ചിട്ടാണ് സോപ്പ് ചെയ്യണമെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് 2 കിലോനാണ്. അപ്പോൾ നാൽപ്പാമരാതി ഓയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ നമ്മളുടെ അളവ്, വെളിച്ചെണ്ണയുടെ അളവ് നമ്മൾ എടുക്കുന്ന ഒരളവുണ്ടല്ലോ. ഇപ്പോൾ തന്നെ നാൽപ്പാമരാതി ഓയിൽ ചേർത്താൽ ഏതൊരു ഓയിൽ ചേർക്കുകയാണെങ്കിലും നമ്മൾക്ക് ആ സോപ്പ് നമ്മൾ വിചാരിച്ച കളറിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓയിൽ അല്പം മാറ്റി, അതായത് എത്രയാണോ നാൽപ്പാമരാതി ഓയിലാണോ, എന്ത് ഓയിലാണോ, ഇപ്പോൾ ആലവേര ഓയിൽ, നാൽപ്പാമരാതി ഓയിൽ, മഞ്ഞൾ ഓയിൽ, എന്ത് ഓയിലാണ് ചേർക്കണമെങ്കിൽ ഇപ്പോൾ ഇതിൽ ലൈ ഒഴിച്ച് കഴിഞ്ഞ് ലൈ ഒഴിച്ചതിന് ശേഷമാണ് പഞ്ചസാര സൊല്യൂഷൻ നമ്മളിതിൽ ആഡ് ചെയ്യണത്. അതാണ് എപ്പോഴും നല്ലത്, സേഫാണ്. കാരണം ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം നിങ്ങൾക്കും സേഫ്റ്റിയാണത്. അപ്പോൾ നമ്മൾ ഏത് ഓയിലാണെങ്കിലും, ഏത് ഓയിൽ കണ്ടൻ്റ് ആണെങ്കിലും നമ്മൾ എടുക്കുന്ന വെളിച്ചെണ്ണയുടെ അളവ് കുറച്ചിട്ട് ബാക്കി ആ ഓയിൽ ഈ ടൈമിൽ വേണം ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോഴാണ് അത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം സ്റ്റവ് ഓഫാക്കിയിട്ട് ഫ്രാഗ്രൻസും അല്പം കളറും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഓയിൽ കണ്ടൻ്റൊക്കെയാണ് ആഡ് ചെയ്യണമെങ്കിൽ അല്പം മാത്രം കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ജ്യൂസ് ആഡ് ചെയ്യണ പോലെ ഓയിൽ ആഡ് ചെയ്യുമ്പോൾ വാട്ടർ കളർ തന്നെ ആഡ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കണം, വാട്ടർ കളർ ആഡ് ചെയ്യണം. കാരണം ഇത് ട്രാൻസ്പെറൻറ്റ് ഗ്ലിസറിൻ സോപ്പ് ഹോട്ട് പ്രോസസ്സിങ്ങിൽ എപ്പോഴും നല്ലത് വാട്ടർ കളറാണ്, ഓയിൽ കളറല്ല നല്ലത്, വാട്ടർ കളറാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ഓയിൽ ആയിട്ട് നിങ്ങൾ ഓയിൽ ബേസ് ആണ് ചെയ്യണമെങ്കിൽ, കഷായം ആയാലും ഓയിലാണെങ്കിലും ഇപ്പോഴാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിതിൽ കഷായം വെച്ചിട്ടല്ല ഓയിൽ വെച്ചിട്ടാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജിൽ ഞാനത് ഒഴിച്ച്, അപ്പോൾ കറക്റ്റ് ആ നാൽപ്പാമരത്തിൻ്റെ കറക്റ്റ് കളർ ആ സോപ്പിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്പെറൻസി നഷ്ടപ്പെടാറുണ്ട്. എന്താണ് ചേർക്കണമെങ്കിൽ ഏത് കളറും കൂടുതൽ ആഡ് ചെയ്താൽ ട്രാൻസ്പെറൻസി നഷ്ടപ്പെടും. അപ്പോൾ ട്രാൻസ്പെറൻസി നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം ഏതായാലും ആഡ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫ്രാഗ്രൻസും കൂടി ആഡ് ചെയ്തിട്ട് 25 സോപ്പ് 2 കിലോനാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമ്മൾ ജ്യൂസും ലൈയും എല്ലാം കൂടിയാകുമ്പോൾ കറക്റ്റ് 25 സോപ്പ് എനിക്ക് കിട്ടി. അപ്പോൾ അത് ഞാൻ മോൾഡിലേക്ക് ഒഴിച്ചിട്ട് രാത്രി ഞാൻ ഒഴിച്ച് വെച്ചു. രാവിലെ പുലർച്ചെ 2 മണിക്ക് എണീച്ച് പാക്ക് ചെയ്തു. രാവിലെ അവർക്ക് സാധനം കൊടുത്തു. അപ്പം നമ്മളെ കസ്റ്റമർ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. നമ്മുടെ പ്രോഡക്റ്റിനോട് ഒരു ഇഷ്ടമുള്ള കാരണം കൊണ്ടാണ് നമ്മുടെ കസ്റ്റമർ നമ്മുടെ പ്രോഡക്റ്റ് തന്നെ വാങ്ങണത്. അല്ലാതെ പുറത്ത് വേറെ സോപ്പ് കിട്ടാനില്ലാതെയോ വേറെ പ്രോഡക്റ്റ് ഇല്ലാതെയോ ഒത്തിരി സോപ്പുകൾ ഇന്ന് നിങ്ങൾക്കറിയാം, ഒട്ടേറെ സോപ്പുകളുണ്ട്. അപ്പം നമ്മുടെ കസ്റ്റമർ എപ്പോൾ ആവശ്യപ്പെട്ടാലും നമ്മളത് ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറായിരിക്കണം, വില്ലിങ് ആയിരിക്കണം. അപ്പോൾ നൈറ്റിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഏകദേശം 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ നാൽപ്പാമരാതി സോപ്പ്. നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്യൂ, ഉണ്ടാക്കി നോക്കൂ. ഓയിൽ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കൂ. ഓയിൽ വെച്ച് ചെയ്യുമ്പോൾ ലാസ്റ്റ് ടൈമിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ദി വാച്ചിങ്.